ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ ചരക്കുപാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും ഇറാൻ അടച്ചു. മേഖലയിലെ അമേരിക്കൻ ഇടപെടലുകൾ പൂർണ്ണമായും അവസാനിപ്പിക്കാതെ ഇനി കപ്പലുകൾ കടത്തിവിടില്ലെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. ഇതിന് തൊട്ടു പിന്നാലെ US പ്രസിഡന്റ് ട്രംപിന്റെ നേരിട്ടുള്ള ഉത്തരവോടെ തെക്കൻ ഇറാനിലെ പ്രമുഖ നഗരങ്ങളിലും തുറമുഖങ്ങളിലും അമേരിക്ക വ്യാപകമായ ബോംബാക്രമണവും നടത്തിക്കഴിഞ്ഞു. ഒരിടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യ വീണ്ടും കനത്ത യുദ്ധഭീതിയിലാണ്. ലോകത്തിന്റെ ഇന്ധന വിപണിയും സാമ്പത്തിക രംഗത്തെയും നിശ്ചലമാക്കാൻ കെൽപ്പുള്ളതാണ് ഈ തർക്കമെന്നതിൽ ആർക്കും സംശയമില്ല. ഈ പ്രതിസന്ധിയെ കേവലം രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമായോ നയതന്ത്ര പരാജയമായോ കാണുന്നത് ഉപരിപ്ലവമായിരിക്കും. യഥാർത്ഥത്തിൽ ഇത് ആഗോള മുതലാളിത്ത വ്യവസ്ഥയുടെയും വിഭവങ്ങൾക്കുമേലുള്ള സാമ്രാജ്യത്വ കടന്നുകയറ്റങ്ങളുടെയും നേരിട്ടുള്ള പ്രതിഫലനം തന്നെയാണ്. പശ്ചിമേഷ്യയിലെ എണ്ണ വിഭവങ്ങളെയും കപ്പൽ പാതകളെയും സ്വന്തം മൂലധന താല്പര്യങ്ങൾക്കനുസരിച്ച് നിയന്ത്രിക്കാൻ US നേതൃത്വം കാലാകാലങ്ങളായി ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗം തന്നെയാണ് ഈ തർക്കവും. കഴിഞ്ഞ മാസം ഒപ്പുവെച്ച താൽക്കാലിക വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് വീണ്ടും സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാന്റെ സമ്പദ് വ്യവസ്ഥ തകർക്കാനാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത്. ഒമാൻ തീരത്തുകൂടി അമേരിക്കൻ സൈന്യത്തിന്റെ സംരക്ഷണയിൽ കപ്പലുകൾ കടത്തിവിട്ട് മേഖലയിൽ തങ്ങളുടെ ഏകപക്ഷീയമായ ആധിപത്യം ഉറപ്പിക്കാനായിരുന്നു അമേരിക്കയുടെ നീക്കം. ഇതിനെതിരെയുള്ള ഇറാന്റെ പ്രതിരോധം കേവലം സൈനികം മാത്രമല്ല കേട്ടോ, മറിച്ച് വിദേശ മൂലധന ശക്തികൾക്ക് തങ്ങളുടെ പരമാധികാരം പണയം വെക്കാനില്ലെന്ന ഒരു പ്രഖ്യാപനം കൂടിയാണത്. സൈപ്രസ് കപ്പലിനു നേരെയുണ്ടായ ആക്രമണം ഹോർമുസ് അടച്ചിട്ടതും ഈ സാമ്രാജ്യത്വ അധിനിവേശത്തോടുള്ള സ്വാഭാവികമായ പ്രതികരണമായി വേണം നാം വിലയിരുത്താൻ. ഈ സംഘർഷം മൂർച്ഛിക്കുന്നത് ആഗോള ആയുധ കച്ചവട ലോബികളുടെ താല്പര്യത്തിന് അനുസരിച്ച് കൂടിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ മേൽ ആയിരക്കണക്കിന് മിസൈലുകൾ ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ അവിടെ ലാഭം കൊയ്യുന്നത് അവിടുത്തെ കോർപ്പറേറ്റ് യുദ്ധ വ്യവസായം കൂടിയാണ്. അമേരിക്കയുടെ അടിക്കടിയുള്ള പിന്മാറ്റവും നിലപാട് മാറ്റവും ഇറാന്റെ നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. വെറും ഷെയർ മാർക്കറ്റിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ട്രംപ് അടിക്കടി ഇങ്ങനെ തീരുമാനങ്ങൾ മാറ്റുന്നത് എന്നത് പകൽ പോലെ വ്യക്തമായ ഒരു കാര്യവും കൂടിയാണ്. എങ്കിലും ഖത്തറും പാകിസ്ഥാനും ഇപ്പോഴും ഇരു വിഭാഗങ്ങളുമായി മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നതാണ് ആശ്വാസകരമായ മറ്റൊരു കാര്യം. കാരണം ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അത് ലോകരാജ്യങ്ങൾക്ക് താങ്ങാവുന്നതിലും അധികമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ഇതിനകം തന്നെ കുതിച്ചുയർന്നിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് കൂടുതൽ ദിവസം അടഞ്ഞുകിടന്നാൽ ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുകയും വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് അത് കാരണമാവുകയും ചെയ്യും. സാമ്രാജ്യത്വ മൂലധന താല്പര്യങ്ങൾ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ തകർക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് കേട്ടോ ഈ പശ്ചിമേഷ്യൻ യുദ്ധം.